നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര പുള്ളിമാൻ ജംഗ്ഷൻ റോഡിലെ ലെവൽ ക്രോസിൽ അടിപ്പാത നിർമ്മിക്കും. പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ആദ്യഘട്ടമായി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുമെന്ന് KC വേണുഗോപാൽ എം.പി. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വർണ്ണക്കൂടാരം അന്താരാഷ്ട്ര പ്രീ പ്രൈമറി വിഭാഗം ആരംഭിച്ചു. SSK സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർണ്ണക്കൂടാരം നിർമ്മിച്ചത്. പ്രീ പ്രൈമറി കുട്ടികളുടെ മാനസിക, ഭൗതിക, ശാരീരിക വികാസത്തിന് അനുയോജ്യമായി നിർമ്മിച്ച വിവിധ ഇടങ്ങളും ഉദ്ഘാടനം ചെയ്തു. കരീപ്ര വെളിയം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെടുമൺകാവ് അറക്കടവ് പാലം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ജൂൺ അവസാന വാരം പാലം ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട പാലമായി അറക്കടവ് പാലവും അനുബന്ധ റോഡ് മാറുമെന്ന് മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപം ഇടക്കുളങ്ങര പുള്ളിമാൻ ജംഗ്ഷൻ റോഡിലെ ലെവൽ ക്രോസിൽ അടിപ്പാത നിർമ്മിക്കും. ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ആദ്യഘട്ടമായി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുമെന്ന് KC വേണുഗോപാൽ എം.പി. അറിയിച്ചു. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ വടക്ക് ഇടക്കുളങ്ങര പുള്ളിമാൻ ജംഗ്ഷൻ റോഡിലെ ലെവൽ ക്രോസിൽ അടിപ്പാത നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ റെയിൽവേ തുടങ്ങിയതായി KC വേണുഗോപാൽ എം.പി. അറിയിച്ചു. ആദ്യഘട്ടം എന്ന നിലയിൽ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കും. അടിപ്പാത നിർമ്മിക്കുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കും. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാകും DPRന് അന്തിമ രൂപം നൽകുകയെന്ന് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ അറിയിച്ചതായി എം.പി. പറഞ്ഞു. ഈ ഭാഗത്തെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ലെവൽ ക്രോസിന് സമീപം അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ എം.പിയും CR മഹേഷ് MLAയും റെയിൽവേക്ക് നേരത്തെ നിവേദനം നൽകിയിരുന്നു. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ലെവൽ ക്രോസ് ആയതിനാൽ ഈ ഭാഗത്ത് ഗേറ്റ് നിരന്തരം അടച്ചിടേണ്ടി വരുന്നു. ഇതുകാരണം പല സമയത്തും അത്യാസന്ന നിലയിലായ രോഗികളെ കൃത്യസമയത്ത് ആശുപത്രിയിലെത്തിക്കാൻ സാധിക്കാറില്ല. ഇതിനെല്ലാം പരിഹാരം എന്ന നിലയിലാണ് ഗതാഗതം സാധ്യമായ തരത്തിലുള്ള അടിപ്പാത നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറക്കളിക്കായി കളരി സംഘങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പാട്ടത്തിൽ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള ഇടച്ചിരേത്ത് കളരിയിലും കളരി അഭ്യാസ പരിശീലനം പുരോഗമിക്കുകയാണ്. 50-ലധികം പേരാണ് ഇവിടെ കളരി അഭ്യസിക്കുന്നത്. മിഥുനം 1, 2 തീയതികളിൽ നടക്കുന്ന ഓച്ചിറക്കളിക്കായാണ് വിവിധ കളരികളിൽ പരിശീലനം പുരോഗമിക്കുന്നത്. കളരി സംഘങ്ങളെല്ലാം തന്നെ സജീവമാണ്. ഓച്ചിറയിലെ കളരി സംഘങ്ങളിൽ പ്രമുഖമാണ് ഇടച്ചിരേത്ത് കളരി. പാട്ടത്തിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ 50-ലധികം യോദ്ധാക്കളെയാണ് സുരേഷ് കളരി പരിശീലിപ്പിക്കുന്നത്. കഴിഞ്ഞ 41 വർഷക്കാലമായി ഇദ്ദേഹം സജീവമാണ്. 43 വർഷം കൊണ്ട് ഒച്ചിറ അമ്പലത്തിലെ ഒച്ചിറക്കളിയോട് ഈ ഇടച്ചിരേത്ത് കളരിയിൽ 50-ൽ പരം പിള്ളേർക്ക് ശിക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒച്ചിറയുടെ വിദ്യ അഭ്യസിച്ചത് ഞങ്ങളിൽ നല്ല വേർവിട്ടുപോയ ഒരു അമ്പാ വിജയൻ എന്ന് പറയുന്ന ആശാനിൽ നിന്നാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ 4 വയസ്സ് മുതലും 2 വയസ്സും 4 വയസ്സും മുതൽ ഒരു 50-ൽ പരം കുട്ടികൾ എൻ്റെ കൂടെ കളിക്കാനുണ്ട്. അതിലൊരു പ്രത്യേകത, 2 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ നേർച്ചയായിട്ട് വരുന്നുണ്ട്. 4 പെൺകുട്ടികളുമുണ്ട്. ഇനിയും ഒരു 10-30 പിള്ളേരോളം വരാനുണ്ട്. എല്ലാ വർഷവും കളിച്ചതിൻ്റെ കൂട്ട് തന്നെ ഈ വർഷവും പിള്ളേരെ എല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ കളിപ്പിച്ച് അവരുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാതെ തിരിച്ച് അവരെ കളിയെല്ലാം കളിപ്പിച്ച് തിരിച്ചിവിടെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. 1 മാസക്കാലം കഠിനവ്രതം അനുഷ്ഠിച്ചാണ് സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം യോദ്ധാക്കൾക്ക് പരിശീലനം നൽകുന്നത്. 2 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർ സുരേഷിന്റെ കളരിയിലുണ്ട്. 18 അടവുകളും 12 ചുവടും വെച്ചാണ് സുരേഷിന്റെ നേതൃത്വത്തിലുള്ള കളിസംഘം ഓച്ചിറ പടനിലത്ത് കരയിലും കണ്ടത്തിലുമായി കളി നടത്തുന്നത്. 5 വർഷക്കാലമായി ഞാൻ കളരിയിൽ പഠിക്കുന്നുണ്ട്. ഇനിയും കളരിയിൽ എനിക്ക് തുടരണമെന്നാണ് ആഗ്രഹം. പാട്ടത്തിൽ ആശാൻ പഠിപ്പിക്കുന്നത് ഓച്ചിറ അമ്പലത്തിൽ ഞാനും ഉണ്ട്. ഇടച്ചിരേത്ത് കളരിയിലാണ് ഞാൻ പഠിക്കുന്നത്. ബാബുക്കുട്ടൻ, കിഷോർ, അബി തുടങ്ങിയവരും പാട്ടത്തിൽ സുരേഷിന്റെ കൂടെ കളരി പരിശീലനത്തിന് നേതൃത്വം നൽകുന്നു. ഇനിയുള്ള ദിനങ്ങൾ തീവ്ര പരിശീലനത്തിൻ്റെതാണ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ഓച്ചിറക്കളി നടക്കുന്നത്.
ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വർണ്ണക്കൂടാരം അന്താരാഷ്ട്ര പ്രീ പ്രൈമറി വിഭാഗം ഉദ്ഘാടനം ചെയ്തു. SSK സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർണ്ണക്കൂടാരം നിർമ്മിച്ചത്. പ്രീ പ്രൈമറി കുട്ടികളുടെ മാനസിക, ഭൗതിക, ശാരീരിക വികാസത്തിന് അനുയോജ്യമായി നിർമ്മിച്ച വിവിധ ഇടങ്ങളും ഉദ്ഘാടനം ചെയ്തു. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അന്താരാഷ്ട്ര പ്രീ പ്രൈമറി വിഭാഗമായ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തത്. SSKയുടെ സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണം. പ്രീ പ്രൈമറി കുട്ടികളുടെ മാനസികവും ബൗദ്ധികവും ശാരീരികവുമായ വികാസത്തിന് അനുയോജ്യമായി നിർമ്മിച്ച വിവിധ ഇടങ്ങളുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോവൻ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. UP സ്കൂളുകളും LP സ്കൂളുകളും ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലാണ്. ആലപ്പാട് പോലെ വളരെ സെൻസിറ്റീവായ ഒരു ഏരിയ, ഒരുപക്ഷെ രാജ്യത്തിൻ്റെ തന്നെ അതിർത്തി, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഏഷ്യാ ഭൂഖണ്ഡത്തിൻ്റെ അതിർത്തി നോക്കുകയാണെ പറയാം. അത്തരം അതിർത്തി ഉള്ള ഒരു മനോഹരമായ പഞ്ചായത്താണ് ആലപ്പാട് പഞ്ചായത്ത്. ഈ ആലപ്പാട് പഞ്ചായത്തിൽ നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകളുടെ ദീർഘകാലത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലയിൽ ഒട്ടും പിറകോട്ട് പോകാതെ നല്ലതുപോലെ പരിചരിക്കുന്ന സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ ആലപ്പാട് പഞ്ചായത്തിലുണ്ട് എന്നുള്ളതാണ് സവിശേഷപരമായിട്ടുള്ള കാര്യം. നല്ല ഹൈസ്കൂളുകളും നല്ല LP സ്കൂളും UP സ്കൂളും എല്ലാം ആലപ്പാട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അഴീക്കൽ സ്കൂള് വളരെ പാരമ്പര്യമുള്ള ഒരു സർക്കാർ സ്കൂളാണ്. ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് U ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക സ്മിത KL സ്വാഗതം പറഞ്ഞു. വിവിധ അകം ഇടങ്ങളുടെ ഉദ്ഘാടനം ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഗീതാകുമാരി നിർവഹിച്ചു. കളിയിടം, ഹരിതയിടം എന്നിവയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് നിർവഹിച്ചു. കൊല്ലം DPC GK ഹരികുമാർ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമ T, നിഷ അജയകുമാർ, ശ്യാംകുമാർ S, പ്രേമചന്ദ്രൻ T, അപർണ മോഹൻ, അജയകുമാർ R, S ശ്രീകുമാർ, R രശ്മി, P ലിജിമോൻ, S ബിനു, സതീശൻ, വിശ്വംഭരൻ, ശശികുമാർ S, രാഖി, ദയാനന്ദൻ, ശ്രീജ S, മുഹമ്മദ് സലീം ഖാൻ, നയന J, സുജാരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കരീപ്ര, വെളിയം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെടുമൺകാവ് അറക്കടവ് പാലം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ജൂൺ അവസാന വാരം പാലം ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മന്ത്രി സ്ഥലം സന്ദർശിച്ച് പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട പാലമായി അറക്കടവ് പാലവും അനുബന്ധ റോഡും മാറുമെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട പാലമായി അറക്കടവ് പാലവും അനുബന്ധ റോഡും മാറും. അറക്കടവ് പാലം ഒരു ബൈപ്പാസായി മാറുമെന്നും ക്രഷ് ബാരിയർ സ്ഥാപിക്കുന്ന പ്രവർത്തനമാണ് ഇനി അവശേഷിക്കാനുള്ളതെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ശാസ്താംകടവ് പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും കൽച്ചിറ പാലത്തിന്റെ തുക അനുവദിച്ച് തുടർ നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. മുൻ MLA P ഐഷ പോറ്റിയുടെ ശ്രമഫലമായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ കൊല്ലം ജില്ലയിലെ ആദ്യ പദ്ധതിയായിരുന്നു അറക്കടവ് പാലവും അനുബന്ധ റോഡും. 1.5 കോടി രൂപ അനുവദിച്ച് 2018 മാർച്ചിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പ്രളയത്തെ തുടർന്ന് എസ്റ്റിമേറ്റിൽ വലിയ മാറ്റം വരുത്തേണ്ടി വന്നു. ആദ്യഘട്ടത്തിൽ 3 കോടിയോളം രൂപയുടെ നിർമ്മാണം പൂർത്തിയായ പദ്ധതിക്ക് അധികമായ തുകയും വേണ്ടിവന്നു. എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തുകയും തുടർന്ന് പല തടസ്സങ്ങൾ കാരണം പദ്ധതി ഇഴഞ്ഞു നീങ്ങിയ ഘട്ടത്തിൽ മന്ത്രി ഇടപെട്ട് 12.45 കോടി രൂപ അനുവദിച്ചാണ് നിർമ്മാണം പുനരാരംഭിച്ചത്. ഇത്തിക്കരയാറിന്റെ പോഷക നദിയായ നെടുമൺകാവ് ആറിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. കാൽനടയാത്ര മാത്രം സാധ്യമായിരുന്ന പഴയ പാലം പൊളിച്ച് വലിയ പാലം നിർമ്മിക്കുകയെന്നത് ഇരു പഞ്ചായത്ത് നിവാസികളുടെയും ദീർഘകാല ആവശ്യമായിരുന്നു. സ്ഥലം സന്ദർശിക്കാനെത്തിയ മന്ത്രി KN ബാലഗോപാലിനൊപ്പം കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വത്സമ തോമസ്, വെളിയം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NB പ്രകാശ്, കരീപ്ര പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ഓമനക്കുട്ടൻ, R ഗീതാകുമാരി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. നീണ്ടകര താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ LDF ധർണ നടത്തി. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അനാസ്ഥ കാട്ടുകയാണെന്ന് ആരോപിച്ചാണ് ധർണ നടത്തിയത്. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അനാസ്ഥ കാട്ടുകയാണെന്നാരോപിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. LDF നീണ്ടകര വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. CPM ഏരിയ സെക്രട്ടറി കൊന്നയിൽ രവി ഉദ്ഘാടനം ചെയ്തു. ഈ ഫൗണ്ടേഷൻ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ എഴുതി നീങ്ങുകയാണ്.
ഇത് ഫോളോ ചെയ്യേണ്ടതാ, ഇത് പരിശോധിക്കേണ്ടതാ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടതാ. ബ്ലോക്ക് കമ്മിറ്റി യാതൊന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അവർ ഇവിടുത്തെ ചില നിയമനങ്ങളിൽ മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നത്. 2020 അധികാരത്തിൽ വന്നിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യം ചെയ്തത് LDFന്റെ ഭരണകാലത്ത് ഇവിടെ നിയമിച്ചിട്ടുള്ള താൽക്കാലികക്കാരെ പിരിച്ചുവിടാനാണ്. LDF കൺവീനർ എൽ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPM നീണ്ടകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലതീശൻ പിള്ള, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയി ആന്റണി, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേദവ്യാസൻ എം, പഞ്ചായത്ത് അംഗം ബേബി രാജൻ, പ്രസാദ് ശാന്തി, ടി സജീവ, ആർ അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നിസാര രോഗങ്ങൾക്ക് പോലും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്ന സ്ഥിതിയാണ് നീണ്ടകര താലൂക്ക് ആശുപത്രിയിലുള്ളതെന്ന് LDF കുറ്റപ്പെടുത്തി. 50 പേരെ കിടത്തി ചികിത്സിക്കുവാനുള്ള ഭൗതിക സാഹചര്യം ഉണ്ടായിട്ടും 5 പേരെ പോലും ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കുന്നില്ലെന്നും, എക്സ്റേ ECG മെഷീനുകൾ മാസങ്ങളായി തകരാറിലായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് സമയബന്ധിതമായി ഇടപെട്ട് തകരാറുകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും, OP വിഭാഗത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ലെന്നും, രോഗികളോട് ജീവനക്കാർ മോശം സമീപനമാണ് പുലർത്തുന്നതെന്നും LDF ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിദ്യാർത്ഥിനിക്ക് സൈക്കിളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് സൈക്കിൾ നൽകിയത്. തെക്കുംഭാഗം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിദ്യാർത്ഥിക്കാണ് ജനമൈത്രി പോലീസിന്റെയും പോലീസുകാരുടെയും സഹകരണത്തോടെ സൈക്കിൾ നൽകിയത്. ഇതോടൊപ്പം ബാഗ്, കുട, ബുക്കുകൾ എന്നിവയും നൽകി. തെക്കുംഭാഗം SHO ശ്രീകുമാർ, PRO സുരേഷ്, AAC ഹരികൃഷ്ണ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് സൈക്കിളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തത്. തെക്കുംഭാഗം ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായി തെക്കുംഭാഗം PSലെ പഠിക്കാൻ പഠിക്കുക ഒരു കുട്ടിക്ക് തെക്കുംഭാഗം ജനമൈത്രി പോലീസിൻ്റെ സഹകരണത്തോടുകൂടി ഉന്നത പഠിക്കാൻ ആവശ്യമായ പഠനോപകരണങ്ങളും ഒരു സൈക്കിളും മറ്റും കുട്ടിക്ക് കൈമാറിയിട്ടുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തെക്കുംഭാഗം ജനമൈത്രി പോലീസിലുണ്ടാവും. ന്യൂസ് ബ്യൂറോ, ചവറ. BKMU പുനലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കർഷക തൊഴിലാളികൾക്ക് സമഗ്ര ദേശീയ നിയമം നിർമ്മിക്കുക, സ്വകാര്യ മേഖലയിലും SSC ST സംവരണം നടപ്പാക്കുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. കർഷക തൊഴിലാളികൾക്ക് സമഗ്ര ദേശീയ നിയമം നിർമ്മിക്കുക, സ്വകാര്യ മേഖലയിലും SC ST സംവരണം നടപ്പാക്കുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6000 രൂപയാക്കുക, ഭൂരഹിതരായ മുഴുവൻ പേർക്കും ഭൂമി നൽകുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനം 200 കൂലി 700 രൂപയുമായി ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. CPI കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം C അജയപ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഏതു തരത്തിലും ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ ഈ ഭരണത്തിൽ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയാത്തതിനുള്ള എല്ലാവിധമായ ഉപരോധങ്ങളും തീർക്കുമ്പോഴും ആ ഉപരോധത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ എല്ലാവിധമായ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പറഞ്ഞിട്ടുള്ള BKMU പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഇവിടുത്തെ കർഷകരായിട്ടുള്ള ആളുകൾക്ക് ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി കൊടുക്കണം. അത് ദേശീയമായി വെച്ചിട്ടുള്ള മുദ്രാവാക്യമാണ്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കഴിഞ്ഞ ഭരണത്തിന്റെ 9-10 വർഷക്കാലമാകാൻ പോകുന്ന ഭരണത്തിന് നേട്ടം കൊണ്ട് ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് ഏതാണ്ട് 45,000-ഓളം കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു കൊടുത്ത ഗവൺമെന്റാണ് നമ്മുടെ ഗവൺമെന്റ്. ഇനിയും ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് ഭൂമികൾ സർവേ നടത്തി അത് ഈ ഗവൺമെന്റിലെ സർവേ പ്രകാരം നടത്തിക്കൊണ്ട് ആ ഭൂമി ഇല്ലാത്തവന് ഇനിയും കൊടുക്കാനുള്ള ആളുകൾക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് G സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് PB അനിൽമോൻ സ്വാഗതം പറഞ്ഞു. BKMU സംസ്ഥാന കമ്മിറ്റി അംഗം ജോബോയ് പെരേര, CPI മണ്ഡലം സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ, V രാജൻ, J ഡേവിഡ്, N കോമളകുമാർ, S രാജ്ലാൽ, സുദർശനൻ, PY സജി, സുനിൽകുമാർ, N രാജേന്ദ്രൻ നായർ, R അയ്യപ്പൻ, KA ജോൺ, R ശശി, കുഞ്ഞുമൊയ്തീൻ, രാജീവൻ നായർ, ഗിരീന്ദ്രൻ, രതീഷ് കുമാർ, അരവിന്ദാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റി അഞ്ചലിൽ മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിക്കുന്നു. 14-നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ, സാന്ത്വന, ലഹരി വിരുദ്ധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ അനുമോദിക്കും. ഹൈക്കോടതി ജഡ്ജി എ ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ച ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഈ മാസം 14-ന് മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ വിദ്യാഭ്യാസ, സാന്ത്വന, ലഹരി വിരുദ്ധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ അനുമോദിക്കും. ഹൈക്കോടതി ജഡ്ജി എ ബദറുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ചൽ സജീവൻ അധ്യക്ഷത വഹിക്കും. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മൻ ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. KG സാബു, KE ഷാഹുൽ ഹമീദ, മസൂദ്, ഷാജി സൈമൺ, അഞ്ചൽ ജയൻ, രാജു എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. കരുണയുടെയും കരുതലിൻ്റെയും പര്യായമായ ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമധേയത്തിൽ അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് അഞ്ചൽ കേന്ദ്രമാക്കി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം നടന്നു വരുന്ന ഒരു സംഘടനയാണ് OC ചാരിറ്റബിൾ സൊസൈറ്റി ഫോർ കൺസ്യൂമർ ഗൈഡൻസ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഉമ്മൻചാണ്ടി സാർ കേരള സമൂഹത്തിൽ അവതരിപ്പിച്ച കേരള വികസനത്തിൻ്റെ പൊതുവികസനവും ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയും ലഹരി വിമുക്തമായ ഒരു തലമുറയുണ്ടാക്കിയെടുക്കുവാൻ കായിക വിനോദത്തിലൂടെയും പ്രവർത്തന നിരതമാക്കി കർമ്മപദത്തിലൂടെ കൊണ്ടുവന്നുകൊണ്ട് ഒരു പുതിയ യുവതലമുറയും വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. നമ്മൾ ഈ മാസം 14-ാം തീയതി ശനിയാഴ്ച 3:30 മണിക്ക് അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള പഞ്ചായത്ത് പൊതുവേദിയിൽ വെച്ച് നമ്മുടെ ഈ പ്രദേശത്തുള്ള അഞ്ചലും പരിസര പ്രദേശങ്ങളിലുമുള്ള SSLC, അതുപോലെ തന്നെ +2, പിന്നെ കായിക രംഗങ്ങളിൽ പ്രതിഭകളായിട്ടുള്ളവർ, ഇവരെല്ലാം ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ചടങ്ങിൻ്റെ ഉദ്ഘാടനം, അതോടൊപ്പം തന്നെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിരുന്ന ശ്രീ സക്കീർ ഹുസൈൻ്റെ പേരിൽ ഒരു കായിക വേദിയുടെ ഉദ്ഘാടനമുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. BKMU അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BKMUവിന്റെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU നടത്തിവരുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് BKMU അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് ഭൂമിയും വീടും നൽകുക, പെൻഷൻ 6000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. അഞ്ചൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ BKMU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. മാർച്ച് മാസത്തിൽ കേന്ദ്രത്തിൽ ഡൽഹിയിൽ കൂടിയ BKMUവിൻ്റെ നാഷണൽ കൗൺസിലാണ് വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഗവൺമെൻറ് ശ്രദ്ധ, കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ പതിയണം, അടിയന്തരമായ വിഷയങ്ങൾക്ക് പരിഹാരം കാണണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ അഖിലേന്ത്യാ വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം നടത്താൻ വേണ്ടി ഈ പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുക്കുന്ന BKMUവിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും മറ്റ് ബഹുജന സംഘടനകളുടെ നേതാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയും എല്ലാം ഞാൻ ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങളാണ് BKMU കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ വയ്ക്കുന്നത്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് കർഷക തൊഴിലാളികൾക്ക് രാജ്യത്താകമാനം ബാധകമാകുന്ന ഒരു നിയമം, ദേശീയ നിയമം, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി സമഗ്രമായ ഒരു ദേശീയ നിയമം കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കി നടപ്പിലാക്കും. ഈ ആവശ്യം BKMU അല്ലെങ്കിൽ കർഷക തൊഴിലാളി യൂണിയൻ അല്ലെങ്കിൽ ഫെഡറേഷൻ നിരവധി വർഷങ്ങളായി കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ആവശ്യമായി ഉന്നയിച്ചു വരുന്ന സംഗതിയാണ്. BKMU മണ്ഡലം പ്രസിഡന്റ് MG ശൈലേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി S സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗം ലിജു ജമാൽ, ലെനു ജമാൽ, അഡ്വക്കേറ്റ് PR ബാലചന്ദ്രൻ, BKMU സംസ്ഥാന കൗൺസിൽ അംഗം C ഹരി, മണ്ഡലം സെക്രട്ടറി ലിജി ജോൺസൺ, വില്ലേജ് പ്രസിഡന്റ് N മംഗളാനന്ദൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറിയിലെ അധ്യാപക രക്ഷാകർതൃ വിദ്യാർത്ഥി ശാക്തീകരണ പരിപാടി നടത്തി. കൂടെയുണ്ട് കരുത്തേകൻ എന്ന പേരിൽ ശാസ്താംകോട്ട BRCയിലാണ് പരിശീലനം നടത്തിയത്. കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി NSS പ്രോഗ്രാം ഓഫീസർമാർ, സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർമാർ എന്നിവർക്കായിരുന്നു പരിശീലനം. ഹയർ സെക്കൻഡറിയിലെ അധ്യാപക രക്ഷാകർതൃ വിദ്യാർത്ഥി ശാക്തീകരണ പരിപാടിയാണ് ശാസ്താംകോട്ട BRCയിൽ സംഘടിപ്പിച്ചത്.
കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ NSS പ്രോഗ്രാം ഓഫീസർമാർ, സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർമാർ എന്നിവർക്കാണ് പരിശീലനം നൽകിയത്. ഹയർ സെക്കൻഡറി ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ LS ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചിന്തകളിലെ, നമ്മുടെ യാത്രകളിലെ, നമ്മുടെ തിരിച്ചുപോക്കുകളിലെ എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ആഴത്തിലും അർത്ഥത്തിലും വേര് തേടുന്നത് നമ്മുടെ സ്വന്തം പിറവിയുടെ നാളത്തെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത തന്നെയാണ്. ഒരു തർക്കവും. പക്ഷേ നെഞ്ചി കൈവച്ച് പറയാൻ കഴിയുമോ നമ്മൾ പറയുന്ന ചിന്തയ്ക്കും പ്രവർത്തിക്കും അനുസരിച്ചാണ് ആ കുട്ടികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും പറയാൻ കഴിയില്ല. ഞാനൊരു ഘട്ടത്തിൽ എന്റെ മനസ്സിനോട് പറഞ്ഞു, നീ നിന്റെ കുഞ്ഞിനെ കുറിച്ച് ഇത്രമാത്രം വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവലാതിപ്പെടാൻ തക്കവത്തിലേക്കുള്ള 100 കണക്കിന് കുട്ടികൾ രാവിലെ മുതൽ നമ്മുടെ കൺമുഖത്തുണ്ടെന്നേ. കരിയർ ഗൈഡൻസ് ജില്ലാ കോർഡിനേറ്റർ N കൊച്ചനുജൻ അധ്യക്ഷത വഹിച്ചു. NSS ജില്ലാ കൺവീനർ SS അഭിലാഷ്, ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രദീപ്, BPC റോഷൻ N നായർ, NSS ദക്ഷിണ മേഖലാ കോർഡിനേറ്റർ ബിനു, PB സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയുടെ 27ാം നമ്പർ അഞ്ചൽ ശാഖ വാർഷിക പൊതുയോഗം നടത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയുടെ 27ാം നമ്പർ അഞ്ചൽ ശാഖയുടെ നേതൃത്വത്തിലാണ് വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകിയത്. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു കെ ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഇത് ഓൾ ഇന്ത്യ തലത്തിലുള്ള സംഘടനയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സമുദായ സംഘടന അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടെങ്കിൽ അത് ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, ഈ ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയിലേക്ക് നമ്മൾ ലയിച്ചതിന് ശേഷം നമ്മുടെ സംഘടനയ്ക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നമ്മൾ ആരാണ് എന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് കേരള വീരശൈവ സഭയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് നമ്മുടെ ആൾക്കാർക്കും ഉണ്ടായിട്ടുള്ള അവഗണനയെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇന്നത്തെ സ്ഥിതി ഏതാണോ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തിക്കൊണ്ട് കഴിയണം. ഇന്ന് കർണാടകത്തില് വീരശൈവ ലിംഗായത്ത് എന്നറിയപ്പെടുന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടന എന്താണ് എന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മറ്റു സമുദായ സംഘടനകൾക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ശാഖാ പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് TP കുഞ്ഞുമോൻ മുഖ്യപ്രഭാഷണം നടത്തി. അഞ്ചൽ SI ഉദയൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബു പുത്തൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി ജ്യോതിഷ് അഞ്ചൽ, സംസ്ഥാന കമ്മിറ്റി അംഗം ബിനു അഞ്ചൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് അജീഷ് പത്തനാപുരം, ജില്ലാ വനിതാ സമാജം പ്രസിഡന്റ് ശ്രീജ സതീഷ്, ജില്ലാ മുൻ ജനറൽ സെക്രട്ടറി പ്രീത കോട്ടവട്ടം, അഞ്ചൽ ശാഖാ സെക്രട്ടറി പത്മകുമാരി, ശാഖാ രക്ഷാധികാരി N രാമചന്ദ്രൻ, കൊട്ടാരക്കര ശാഖാ സെക്രട്ടറി ഗീതാ ഗോപിനാഥ, ശാഖാ ട്രഷറർ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര പുള്ളിമാൻ ജംഗ്ഷൻ റോഡിലെ ലെവൽ ക്രോസിൽ അടിപ്പാത നിർമ്മിക്കും. പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ആദ്യഘട്ടമായി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുമെന്ന് KC വേണുഗോപാൽ എം.പി. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വർണ്ണക്കൂടാരം അന്താരാഷ്ട്ര പ്രീ പ്രൈമറി വിഭാഗം ആരംഭിച്ചു. SSK സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർണ്ണക്കൂടാരം നിർമ്മിച്ചത്. പ്രീ പ്രൈമറി കുട്ടികളുടെ മാനസിക, ഭൗതിക, ശാരീരിക വികാസത്തിന് അനുയോജ്യമായി നിർമ്മിച്ച വിവിധ ഇടങ്ങളും ഉദ്ഘാടനം ചെയ്തു. കരീപ്ര വെളിയ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെടുമൺകാവ് അറക്കടവ് പാലം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ജൂൺ അവസാന വാരം പാലം ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട പാലമായി അറക്കടവ് പാലവും അനുബന്ധ റോഡ് മാറുമെന്ന് മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.